അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ക്രിസ്മസ് ആഘോഷം തുടങ്ങിയില്ല. രാവിലെ എണീറ്റിട്ട് ഞാൻ ഇങ്ങനെ പാടത്ത് മീൻ പിടിക്കാന്നുള്ള പ്ലാൻ ഇരുന്നപ്പോഴത്തേക്കും ഒരു ചെറിയ ആൾ എൻ്റെ കൂടെ എണീറ്റായിരുന്നു. പിന്നെ ഒന്നും നടന്നില്ല. കാരണം വന്ദേ ഭാരത് നോക്കി നിൽക്കുകയാണ്. നമ്മളിങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ആദ്യമായിട്ടാണ് പാടത്തോട്ട് ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് ആൾ അന്തം വിട്ട് നോക്കും എന്ത് സംഭവം എന്നറിയാൻ വയ്യ. ഭയങ്കര ആകാംക്ഷയിലിരുന്ന് കാണുക കണ്ണേ. നമ്മൾ പാടത്തിൻ്റെ ഒരു കരയിലെത്തി. ഇനി നമുക്ക് ഇതുവഴി സൈഡിൽ കൂടെ നടന്ന് ഈ പാടത്തിൻ്റെ സെൻറ്ററിൽ കൂടെ നടന്ന് നമുക്ക് അപ്പുറം ഇറങ്ങാം. ഒരുപാടൊന്നുമില്ല. ഒരു കയ്യിൽ ചെരുപ്പ്, ഒരു കയ്യിൽ കണ്ണൻ. നമ്മളെന്തായാലും ഇപ്പുറത്ത് പാടത്തെത്തി. എന്താ പോട്ട് മച്ച വരാ പോ. ആള് റോഡൊക്കെ ഇങ്ങനെ അടുത്ത് കണ്ട് അന്തം വിട്ട് പോവുകയാണ്. പാടത്ത് ഒരു കൃഷി നടത്താനായിട്ട് വിതച്ചുകൊണ്ടിരിക്കുക. മെഷീനിൽ പൂട്ടുന്നുണ്ട്. മീൻ ചാടണതും കൊച്ചു മീനെയും കണ്ടിട്ട് നോക്കി പറയാ. എന്നാൽ ഞാൻ കൂടെ ഇപ്പോൾ വിതച്ചുകൊണ്ടിരിക്കാനായിട്ട് പൂട്ടുന്നതൊക്കെ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. കണ്ണു കണ്ണ് ഇത് നമ്മൾ നേരത്തെ കണ്ട റെയിൽവേ അല്ലേ, അതാണ് ആ റെയിൽവേനാ കാണുന്നത്. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ അത് ട്രെയിൻ പോകുന്നതാണ്. കണ്ണൻ നോക്കി നിൽക്കുവാണ്. ഇതാണ് നമ്മുടെ വീട്, അവിടേക്കായിട്ട് വരും. ഇതിപ്പോൾ ഇപ്പോൾ കരയിലെത്തി, റെയിലിലെത്തി. അവൻ ട്രെയിൻ നോക്കി നിൽക്കുന്ന ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൾ തോട്ട് ചെന്നപ്പോഴാണ് ട്രെയിനിൻ്റെ സൗണ്ട് കേട്ടത്. ഇപ്പോൾ അത് നോക്കി നിൽക്കുക. അങ്ങനെ നമ്മൾ നടന്ന് ഞാനും കണ്ണനും കൂടെ പാടത്തിൻ്റെ ഒത്ത സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. അവിടെ ചാലാണിത്. ഈ ചാലിൽ നിന്നാണ് പാടത്തിലോട്ട് വെള്ളം എടുക്കുന്നതും പാടത്ത് വെള്ളം കൂടുമ്പോൾ ഒഴുക്കി വിടുന്നതും. ഇപ്പോൾ പാടത്ത് വെള്ളം കൂടി കിടക്കുമായിരുന്നു. അതുകൊണ്ട് അവർ മോട്ടർ വെച്ചിട്ട് ഒഴുക്കി ചാലിലോട്ട് ഇട്ടുന്ന കാഴ്ച നമ്മൾ നേരത്തെ കണ്ടത്. അതിലേക്ക് ട്രെയിൻ പോയി. കണ്ണ ഇങ്ങനെ എന്തിനാണ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴത്തേക്കും താറാവിനെ കണ്ണൻ പിന്നെ ഒരേ ബഹളമായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവൻ്റെ. എനിക്ക് താറാവിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. തോട്ടിൽ കൂടെ പോകുന്നതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. താറാവ് ഇഷ്ടപ്പെട്ടു അവൻ. അത് കഴിഞ്ഞ് താറാവുകാരൻ്റെ വള്ളമാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞ് മോട്ടർ പെര, അതായത് ഒരു പാടത്തിൽ നിന്ന് മറ്റൊരു പാടത്തിൽ വെള്ളം വലിച്ചു കളയുന്നതാണത്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടിട്ട് പിന്നെ കുറച്ച് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ആൾ സമ്മതിച്ചില്ല. ആളുടെ വീട്ടിൽ പോകണമെന്ന്. പിന്നെ നമ്മൾ റെയിൽവേ വഴി നടന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി. അത്രേ ഉള്ളൂ പരിപാടി ഇന്നത്തെ ക്രിസ്മസ്.